നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് PSC മുൻവർഷങ്ങളിൽ നടത്തിയ രോഗങ്ങളും രോഗകാര്യങ്ങളും ഇവയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി ആണ് ടെറ്റനി. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ ബി ആണ് എംഫിസീമ. എംഫിസീമയാണ് ഒരു ശ്വാസകോശ രോഗമാണ്, അതുണ്ടാകുന്നത് പുകവലി മൂലമാണ്. അടുത്തത്, ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണമുണ്ടാകുന്ന രോഗങ്ങൾ? ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്, നിപ്പയും എയ്ഡ്സും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ആണ് ടൈഫോയിഡ്. ടൈഫോയിഡുമായി ബന്ധപ്പെട്ടതാണ് വൈഡൽ ടെസ്റ്റ്. രാജകീയ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ് ഹീമോഫീലിയാണ് രാജകീയ രോഗം എന്നറിയപ്പെടുന്നത്. അടുത്തത്, മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്, ഡയേറിയ, ടൈഫോയിഡ്, പിന്നെ കോളറ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗം ഏത്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്, കോളറയാണ് ഈച്ച മുഖേന പകരുന്ന രോഗം. അടുത്തത്, മലമ്പനിക്ക് കാരണമായ രോഗാണു? പ്രോട്ടോസോവയാണ് ആൻസർ വരുന്നത്. മലമ്പനിക്ക് കാരണമായ രോഗാണു പ്രോട്ടോസോവയാണ്. അന്തരീക്ഷ വായുവിലൂടെ പകരാത്ത രോഗം ഏത്? കുഷ്ഠമാണ് അന്തരീക്ഷ വായുവിലൂടെ പകരാത്ത രോഗം. ബാക്കി ക്ഷയം, ഡിഫ്തീരിയ, ചിക്കൻ പോക്സ് ഇവയെല്ലാം അന്തരീക്ഷ വായുവിലൂടെ പകരുന്നതാണ്. അടുത്തത്, ജീവകം എയുടെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന ഒരു രോഗം? ഓപ്ഷൻ ഡി ആണ് നിശാന്തത. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏത് പോഷക ഘടകത്തിൻ്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്? ഓപ്ഷൻ ഡി ആണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി. അടുത്തത്, എലിപ്പനിക്ക് കാരണമായ രോഗകാരി? ഓപ്ഷൻ സി ആണ് ബാക്ടീരിയ. വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് ജലദോഷമാണ്. ഓപ്ഷൻ ബി ശരിയായിട്ടുള്ള ആൻസർ. താഴെ പറയുന്ന 1 മുതൽ 4 വരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏവ? ഇതിൽ മലമ്പനി, മന്ത് കൊതുകുകൾ മുഖേന വരുന്നതാണ്. കുഷ്ഠം, കോളറ ഇവ കൊതുകുകൾ മുഖേന അല്ല. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. ഇതിൽ ക്ഷയവും ചിക്കൻ ബോക്സുമാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിറ്റാമിൻ സിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒരു ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് ബാക്ടീരിയ രോഗമല്ലാത്തത്. എലിപ്പനി, ക്ഷയം, ഡിഫ്തീരിയ ഒക്കെ ബാക്ടീരിയ രോഗങ്ങളാണ്. അടുത്തത്, അയഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നു. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു. ഈ അവസ്ഥയാണ് ഗോയിറ്റർ. അപ്പം തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്ന അവസ്ഥയാണ് ഗോയിറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ ആണ് റിക്കറ്റ്സിയ. അടുത്തത്, കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം? ഓപ്ഷൻ എ സി ആണ് ടൈഫോയിഡ്. മന്ത് രോഗം പരത്തുന്ന കൊതുകുകൾ? ഓപ്ഷൻ ബി ക്യൂലെക്സ് കൊതുക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു. തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥയുടെ പേര്? ഓപ്ഷൻ സി ആണ് സിറോഫ്താൽമിയ. കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ. അടുത്തത്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു പല്ലിലെ ഇനാമലാണ്. ഇത് ഓൾറെഡി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു ഏതെന്നുള്ളത്. അതിൻ്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ? ഓപ്ഷൻ സി ആണ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? സമ്പർക്ക മുഖേനയാണ്. അപ്പം കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് സമ്പർക്ക മുഖേനയാണ്. നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വൃക്ക.
തൊണ്ടമുള്ള് അഥവാ ഡിഫ്തീരിയ ഇതിന് കാരണമാകുന്ന രോഗമാണോ? ഓപ്ഷൻ ബി ആണ് ബാക്ടീരിയ. ബാക്ടീരിയയാണ് തൊണ്ടമുള്ളിന് കാരണമാകുന്ന രോഗമാണോ? അടുത്തത് പുകയിലയിലെ വിഷവസ്തുക്കൾ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന രോഗാവസ്ഥ. ഓപ്ഷൻ സി ആണ് എംഫിസിമ. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ. ഓപ്ഷൻ ബി ലെപ്റ്റോസ്പൈറ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജനിതക വൈകല്യം മൂലം ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ മാറ്റമുണ്ടാവുകയും ഓക്സിജൻ സംവഹന ശേഷി കുറയുകയും ചെയ്യുന്ന രോഗം. ഓപ്ഷൻ ബി ആണ് അരിവാൾ രോഗം. കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലായി സാധാരണ കോശങ്ങൾക്ക് രൂപമാറ്റവും ജനിതക മാറ്റവും സംഭവിച്ച് ട്യൂമറുകൾക്ക് കാരണമാകുന്നു. ഇത്തരം രൂപമാറ്റം വന്ന കോശങ്ങളാണ് ഓപ്ഷൻ എ നിയോപ്ലാസ്റ്റിക് കോശങ്ങൾ. ഒന്നുകൂടെ പറയാം. കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലായി സാധാരണ കോശങ്ങൾക്ക് രൂപമാറ്റവും ജനിതക മാറ്റവും സംഭവിച്ച് ട്യൂമറുകൾക്ക് കാരണമാകുന്നു. ഇത്തരം രൂപമാറ്റം വന്ന കോശങ്ങളാണ് നിയോപ്ലാസ്റ്റിക് കോശങ്ങൾ. അടുത്തത് വായുവിലൂടെയോ സ്പർശനത്തിലൂടെയോ പ്രാണികളിലൂടെയോ ഭക്ഷണപാനീയങ്ങളിലൂടെയോ പകരാത്ത രോഗം ഏതാണ്? ഓപ്ഷൻ സി ആണ് എയ്ഡ്സ്. മെനിഞ്ചൈറ്റിസ് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ഓപ്ഷൻ സി ആണ് തലച്ചോറ്. തലച്ചോറിനെ ബാധിക്കുന്ന അസുഖമാണ് മെനിഞ്ചൈറ്റിസ്. മിനാമാത്ത രോഗം ഏത് മലിനീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ആണ് മെർക്കുറിയുടെ മലിനീകരണവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മാംസത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ എ ആണ് ക്വാഷിയോർക്കർ. വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നതാണ്? ഓപ്ഷൻ എ ആണ് ടൈഫോയിഡ്. വിറ്റാമിനുകളും അപര്യാപ്തത രോഗങ്ങളുമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ശരിയായിട്ടുള്ളത് ഏതൊക്കെ? ഇതിൽ ശരിയായിട്ടുള്ളത് ഫസ്റ്റ് വൺ ആണ് വിറ്റാമിൻ കെ, രക്തം കട്ട പിടിക്കാതിരിക്കുക. പിന്നെ ലാസ്റ്റ് വൺ വിറ്റാമിൻ B1 ബെറിബറി. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ വരുന്നത് ഡി ആണ്. കോവിഡ്-19 രോഗപ്രതിരോധത്തിന് റഷ്യ വികസിപ്പിച്ച വാക്സിൻ ഏത്? ഓപ്ഷൻ സി ആണ് സ്പുട്നിക്. ഗോയിറ്റർ എന്ന രോഗാവസ്ഥ ഏത് ധാതുവിൻ്റെ അഭാവം കൊണ്ടാണ് ഉണ്ടാകുന്നത്? ഓപ്ഷൻ എ ആണ് അയഡിൻ. അയഡിൻ്റെ അഭാവം കൊണ്ടാണ് ഗോയിറ്റർ എന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നത്. അടുത്തത് ഇന്ത്യയിൽ കോവിഡ്-19 സ്ഥിരീകരിച്ച ആദ്യ ജില്ല. ഓപ്ഷൻ ബി ആണ് തൃശ്ശൂരാണ്, കേരളത്തിൽ. താഴെ പറയുന്നവയിൽ അയഡിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. ഓപ്ഷൻ ഡി ആണ് 1, 2, 3. ഗോയിറ്റർ, ക്രെറ്റിനിസം, ഹൈപ്പോതൈറോയിഡിസം. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം മനുഷ്യരിലുണ്ടാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ എ ആണ് സ്കർവി. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി ഡിസീസാണ് സ്കർവി. അടുത്തത് മെനിഞ്ചൈറ്റിസ് രോഗം മനുഷ്യ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് തലച്ചോറ്. ഇത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ സി ആണ് എയ്ഡ്സ്. താഴെ പറയുന്നവയിൽ രോഗാണുക്കൾ ഇല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏവ? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ. ഏത് സൂക്ഷ്മജീവിയാണ് അത്ലറ്റ്സ് ഫുട്ട് എന്ന രോഗം ഉണ്ടാക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ഫംഗസ്. ഫംഗസ് ആണ് അത്ലറ്റ്സ് ഫുട്ട് എന്ന രോഗം ഉണ്ടാക്കുന്നത്. പ്രമേഹ രോഗ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന ലോഗോ ഏത്? ഓപ്ഷൻ ബി ആണ് നീലവൃത്തം. നീലവൃത്തമാണ് പ്രമേഹ രോഗ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന ലോഗോ. ചുവടെ തന്നിരിക്കുന്നവയിൽ ശ്വാസകോശ രോഗം ഏത്? ഓപ്ഷൻ സി ആണ് എംഫിസിമയാണ് ശ്വാസകോശ രോഗം. അടുത്തത് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന അവസ്ഥയുടെ പ്രത്യേകത എന്ത്? ഓപ്ഷൻ ഡി ആണ് മൂത്രത്തിലൂടെ അധികം ജലനഷ്ടം. ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗം ഏത്? ഓപ്ഷൻ എ ആണ് എലിപ്പനി. ഏത് രോഗത്തിനെ തടയാനാണ് BCG വാക്സിൻ എടുക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ക്ഷയം. ക്ഷയരോഗത്തിനെതിരെയാണ് BCG വാക്സിൻ എടുക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ മലേറിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? മലേറിയയുടെ രോഗകാരി പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മജീവിയാണ്. ശരിയാണ്. കൊതുകാണ് മലേറിയ രോഗത്തെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർത്തുന്നത്. ഇതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരി. പ്രസ്താവന എയും ബിയും ശരിയാണ്. താഴെ പറയുന്നതിൽ ഒരു വൈറസ് രോഗം ഏതാണ്? ഇതിൽ വൈറസ് രോഗം ജലദോഷമാണ്. കോവിഡ്-19 രോഗത്തിന് കാരണം ഏത് വിഭാഗത്തിൽപ്പെടുന്ന സൂക്ഷ്മജീവിയാണ്? ഓപ്ഷൻ സി ആണ് വൈറസ്.